ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? മീൻ മാർക്കറ്റൊക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ റിപ്ലൈ കൊടുത്തില്ല. ഇത് ഏത് മാർക്കറ്റാണ്? ഇത് നമ്മുടെ കാന്തിവലി മലാട് മാർക്കറ്റാണ്. പിന്നെ മീനിൻ്റെ കാര്യം ചിലർ പറഞ്ഞ് വറ്റയാണ്, ചിലർ പറഞ്ഞ് റാവുസാണ്. റാവുസല്ല, കാരണം റാവുസ് വേറെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വറ്റയാണോയെന്ന് എനിക്ക് അറിയത്തില്ല. വേറെ ആരാണ്ടും പറഞ്ഞത് വറ്റയാണ്. പിന്നെ ഒരു കമൻറ്റ് പറഞ്ഞായിരുന്നു, പുള്ളിക്കാരിക്ക് നാട്ടിലത്തെ ഇവിടുത്തെ ഈ അയലയുടെയൊക്കെ കാര്യം പറഞ്ഞോണ്ടേ, നാട്ടിലത്തെ മീനെ കഴിക്കത്തുള്ളൂ, ഈ പിന്നെ ചെന്നൈയിൽ നിന്നാണെന്ന് തോന്നുന്നു. മീനൊന്നും അത്ര നല്ലതല്ല, വെട്ടുമ്പോഴൊക്കെ ഒരു സ്മെല്ലാണ്. എനിക്ക് എല്ലായിടത്തും ഫ്രഷ് അല്ലാത്ത മീനുകളുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങ് ഇവിടുത്തെ മീൻ പന്നലാന്ന് തോന്നിയിട്ടില്ല. അയലയൊക്കെ നല്ല ഇന്നലത്തെ കണ്ട ചിലരുടെ കയ്യിൽ അയല നല്ല ഫ്രഷ് അയലയായിരുന്നു. മത്തിയാണെങ്കിലും നല്ല ഫ്രഷായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ബിജി അച്ചാറിടുമ്പോൾ ബിജിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് പക്ഷേ ഈ അച്ചാറിടുന്ന സമയത്ത് ഇങ്ങനെ മീനൊക്കെ വെട്ടിയേ അന്നങ്ങാണ് ഇപ്പോൾ നമ്മൾ കറി വെക്കും, അങ്ങനെ ഒരു 3-4 ദിവസത്തേക്കിന് ഒരാഴ്ചത്തേക്കിന് ചിലപ്പം മീനോട് എനിക്കൊരു ഇത് കാണത്തില്ല. കാരണം നമ്മൾ കുറേ മീൻ വെട്ടുമല്ലേ, ആ വെട്ടുന്ന ഉടനെ അതിൻ്റേതായ ഒരു ഇതല്ലാതെ അത് കഴിച്ചിട്ടാകുമ്പം മീൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. പക്ഷേ പന്ന മീൻ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ആ മാർക്കറ്റിൽ തന്നെ ചിലരുടെ കയ്യിൽ നല്ല ഫ്രഷ് അല്ലാത്ത അയലയുണ്ടായിരുന്നു, ചിലരുടെ നല്ല ഫ്രഷ് അയല. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലേ അതിൻ്റെ ആ ചെകിളയൊക്കെ. നമുക്ക് ചെകിളയെന്ന് പറഞ്ഞാൽ തലയുടെ അവിടുത്തെ അതിങ്ങനെ പൊക്കി നോക്കുമ്പോൾ നല്ല റെഡ് കളർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവരുടെ ആ 10 എണ്ണം 200 രൂപയെന്ന് പറഞ്ഞ് അത് നല്ല ഫ്രഷായിരുന്നു. നമുക്ക് തൊട്ട് നോക്കുമ്പോഴൊന്നും അറിയാം. നാട്ടിലിങ്ങനെ ഇങ്ങനെ വെച്ച് തൊട്ട് നോക്കാൻ അവർ സമ്മതിക്കത്തില്ല. അത് മീൻ അമങ്ങി പോകുമ്പോൾ വരുന്നവരെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മീൻ നശിച്ചു പോകത്തില്ലേ. പക്ഷേ ഇവിടെ പക്ഷേ അങ്ങനെ ആരും അങ്ങനെയൊന്നും, ചിലർ പറയാതിരിക്കാം, പക്ഷേ ഇതുവരെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. മീൻ ടേസ്റ്റ് ഇല്ലാന്ന് തോന്നിയിട്ടില്ല, നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. പന്നലാണെങ്കിൽ നമ്മൾ വാങ്ങിക്കത്തില്ല. പിന്നെന്താ, പിന്നെ നമ്മൾ അതുപോലെ നമ്മളിപ്പോൾ അച്ചാറിടുവാന്നേലും പന്ന മീനൊന്നും വാങ്ങിച്ചിടാക്കത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെയിലും നടക്കത്തില്ലല്ലോ. നമ്മളോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുമല്ലേ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ഈ ബ്ലൂടൂത്ത് ഉണ്ടല്ലേ, ഇതിൻ്റെ ഒരെണ്ണം അതെൻ്റെ തന്നെ ഇതാണ്. എപ്പോഴും പ്രൈസും പോളുമ്പോൾ പറയും, മമ്മി ഞാനത് ചില സമയത്ത് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കാതെ ഇവിടെ എവിടെയെങ്കിലും വെക്കും. അതിൽ ഒരെണ്ണം കാണുന്നില്ല. 3-4 ദിവസമായി. സൺഡേ പോയതാണ്. സൺഡേ ഞങ്ങൾ ബാൽക്കണിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നേരം ഞാൻ എൻ്റെ ചെവിയിൽ നിന്ന് എടുത്ത് അവിടെ ടേബിളിൽ വെച്ചു. പിന്നെ അത് എവിടെ കൊണ്ടുവച്ചെന്ന് എത്ര ചിന്തിച്ചിട്ട് ഞാനിരുന്ന് ഓർത്തിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എവിടെ കൊണ്ടുവച്ചെന്ന്. ഒരെണ്ണം പോയി, എവിടെയോ പോയി. അപ്പോൾ ഞാൻ അനു വന്നുകൊണ്ടേ പറയുകയും ചെയ്തു, ഈ കട്ടും കീഴൊക്കെ ഒന്ന് തൂത്ത് നോക്കുക, എൻ്റെ ബ്ലൂടൂത്ത് പോയെന്ന്. എവിടെ പോയെന്ന് പോൾ അന്നേരം പറയുകയും ചെയ്തു, അനു. അപ്പം ഇത് പോളിൻ്റെ ഇരുന്നതാണ്. അപ്പം എനിക്കൊരു പുതിയത് വാങ്ങിച്ചോണ്ടേ ഞാൻ ചിന്തിച്ചു, എനിക്ക് അങ്ങനെ വല്ലപ്പോഴും ഒക്കെ എടുത്താൽ മതിയല്ലേ. അവന് എൻ്റെ ആ പുതിയതങ്ങ് അവന് കൊടുത്തിട്ട് ഇതിങ്ങെടുത്ത് ഇത് പോയെണ്ണേ ഞാൻ അവനോട് പറഞ്ഞു, എടാ എനിക്ക് എൻ്റെ ഇതിങ്ങി തിരിച്ചു തന്നേരെ, നീ ഇതെടുത്ത്. അവൻ പറഞ്ഞു, മിണ്ടരുത് മമ്മി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട്. ഞാൻ മമ്മി എടുത്ത് പറഞ്ഞല്ലേ അത് അതിൻ്റെ അകത്ത് ഇട്ട് വെക്കണം. മമ്മി ഊരി അന്നേരം അവിടെ ഇവിടെയൊക്കെ വെക്കും, എന്നിട്ട് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തരത്തില്ല. അപ്പോൾ ഈ ഒരെണ്ണം കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുണ്ടെങ്കിലേ ഫോണൊക്കെ വരുമ്പോഴേ അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് വല്ല പാട്ട് കേൾക്കാൻ, പാട്ടാണെങ്കിൽ നമുക്ക് മൊബൈൽ അവിടെ വെക്കാം. എന്തെങ്കിലും അതിന് ഫോണൊക്കെ വരുവാണെങ്കിൽ, ഇയർഫോൺ ആണെങ്കിലും നമുക്ക് ഫോൺ അവിടെ ഇവിടെയൊക്കെ പിടിച്ചോണ്ട് നടക്കണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് ഇത് ചെവി വെച്ചിട്ട് ജോലികളെല്ലാം ചെയ്യാം. ആരുടെ ഫോൺ വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പറയും, അമ്മേ വെക്കമ്മേ, അല്ലെങ്കിൽ ഞാൻ ചേച്ചി തന്നേലും വെക്ക്, സമയമായി എനിക്ക് ഞാൻ ജോലി ചെയ്യട്ടെ എന്നൊക്കെ. വെക്കാന്നല്ല, ഞാൻ ജോലി ചെയ്യുമായിരുന്നെന്ന് പറയും. അപ്പോൾ അവർ പറയാം, എന്നാൽ വെച്ചോളാൻ പറയും. അപ്പോൾ ഇതാകുമ്പോൾ എത്ര നേരം വേണേലും നമുക്ക് സംസാരിക്കാമല്ലേ. പിന്നെ ഈ ഒരെണ്ണം തീരുമ്പോൾ ഒരെണ്ണം ചാർജ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. ഇപ്പം അല്ലാതെ എനിക്കിങ്ങനെ കഴുത്തേക്കൂടി ഇടുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു റീച്ചാൻ കൊണ്ടത്. അത് പുതിയതായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞോണ്ടേ അതിൻ്റെ ഇടയ്ക്ക് ചൈനയുടെയാണ് ചൈനയുടെ ഇത് പറയുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി നല്ല ക്വാളിറ്റിയുടെ ഇത് 12,000 രൂപയുടെ സാധനമായിരുന്നു.
ഞാൻ പറഞ്ഞു പോട്ടെ, ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ, ഇവിടെ എവിടെയെങ്കിലും എന്നേലും പമ്മി ഇരിപ്പുണ്ടായിരിക്കും അത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്തുവാ ഇഷ്ടപ്പെടാൻ, ചേച്ചി വെറൈറ്റി ആയിട്ട് എന്തോ ചെയ്യുന്നത്, അല്ലേ വിജി വെറൈറ്റി ആയിട്ട് എന്തോ ഇടുന്നത്, എങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, അതൊന്നും എടുക്കാതെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കലം വെച്ചേക്കുന്നത് അരി ഇടാനുള്ള. അപ്പം വെള്ളമൊക്കെ നന്നായി അനന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പോൾമോൻ രാവിലെ 7 മണിയാണ് ക്ലാസ് ഉണ്ടായിരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ. അപ്പോൾ അവൻ്റെ അടുത്ത് ബോൺവിറ്റ് കുടിക്കാൻ പറഞ്ഞാൽ അവൻ വേണ്ട മമ്മി ഞാൻ വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വരും, വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാതെ പോയാൽ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം അവൻ വന്നപ്പോൾ അവൻ്റെ ബോൺവിറ്റ തണുത്തതായിരുന്നല്ലോ. അപ്പം ഞാൻ ആ ചൂട് വെള്ളത്തിലോട്ടൊന്ന് ഇറക്കി വെച്ചാൽ ഇച്ചിരി അവനൊരു ഇച്ചിരി ഇളം ചൂട് വേണം, ഇളം ചൂട് മതി. പക്ഷേ പ്രൈസനാണെങ്കിൽ അതിനേക്കാൾ ഇച്ചിരിയും കൂടെ ചൂട് വേണം. അപ്പോൾ ഞാനൊരു മെഴുക്ക് പുരട്ടി പെട്ടെന്ന് വെക്കാമെന്ന് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ചില സമയത്ത് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇത് പൊടി ചേർക്കും. ചില സമയത്ത് ഉപ്പിലൊന്ന് വേവിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ മുളക് പൊടി ഇടും. ഇന്നിപ്പം നേരെ തിരിച്ചാണ് ചെയ്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂപ്പിച്ചിട്ട് തീ അങ്ങ് ഓഫാക്കി. അതിനുശേഷം കഴുകി വാരിയ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് ഉപ്പൂടെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, അവിടെ കിടക്കട്ടെ. അതിവിടെ പ്രീസന് ഇഷ്ടമല്ല, മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടമാണ്. അപ്പം ചപ്പാത്തിക്ക് ഇതാവട്ടെ. അപ്പോൾ ഇന്നലെ അഖിൽ ചോദിച്ചായിരുന്നു, ഞാൻ അതിൻ്റെ കാക്കയുടെ സൗണ്ട് കേൾപ്പിച്ചാണ്. രാവിലെ ഈ കാക്കകൾ ഇങ്ങനെ കരയുന്ന ഞാൻ കേട്ടോണ്ടേ പോയി എടുത്തില്ലേ. ചേച്ചി ഇത്ര രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പിട്ടേ ചേച്ചി എണ്ണീക്കുമെന്ന്. നേരം വെളുക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ ചില ദിവസമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പിള്ളേർക്ക് രാവിലെ അങ്ങനെ അവർക്ക് പോകണ്ട, പക്ഷേ ഞാൻ എന്നാലും പോകണ്ടാത്തത് കൊണ്ട് ചിലപ്പോൾ എനിക്കൊരു 6:30 കഴിഞ്ഞിട്ട് എണീറ്റാലും മതി. ബൈ ചാൻസ് ഒരു 5:30 എണീക്കുമെന്ന് ഞാൻ ചിന്തിക്കാം, എന്നാൽ എണീറ്റങ്ങ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കോളാമെന്ന് അങ്ങനെ എണീക്കുന്നതാണ്. ഇപ്പം രാത്രി പെട്ടെന്നാവും, രാത്രി കൂടുതലും പകൽ കുറവാണ് ഇപ്പം. അപ്പം ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി അടപ്പത്തിടട്ടെ. ഞാനിപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഞങ്ങൾ സാധാരണ ഞാൻ സാധനം വാങ്ങിക്കുന്ന കടയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പോലുള്ള വെള്ള അരി കിട്ടത്തില്ല. അവിടെ എന്ന് പറയുന്നത് വെള്ളയരി ഉണ്ട്, ഈ കുഞ്ഞു മണിയൻ ആ അരിയാണ്. അപ്പം അല്ലാതെ അരി മാത്രം ഞാൻ വേറെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അവിടെ സ്ഥിരം ഇത് വരും, ഇച്ചിരി വലിയ അരിയാണ് ഇത്, അങ്ങനെയുള്ളതാണ് എനിക്കിഷ്ടം. അപ്പം മറ്റേടത്താണെങ്കിൽ അതില്ല. ഇവിടെ ആണെങ്കിൽ അന്നേരം ഇവിടെ നിന്ന് മാത്രമേ ഞാൻ ഈ അരി വാങ്ങിക്കാറുള്ളൂ. ബാക്കിയല്ല നമ്മുടെ മറ്റേ കടയിൽ നിന്ന് വാങ്ങിക്കും. ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്യും. ഞാനതാ ചില സമയത്ത് പറയാം, നമ്മൾ ബില്ല് പോലും നോക്കത്തില്ല, ഉടനെ പുള്ളി അവിടുന്ന് ബില്ല് റീച്ചാൻ വാട്സപ്പ് ചെയ്യും. അതുകൊണ്ട് ചുരുക്കം ചില സമയത്തെ നമ്മൾ സാധനത്തിൻ്റെ വില നോക്കാറുള്ളൂ, അന്നേരം അറിയുന്നത് വിലയൊക്കെ ഇത്രയാണെന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കാണിച്ചില്ലേ, ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഡോക്ടർ രാജേഷ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, സ്കിന്നോടുകൂടി പുഴുങ്ങുന്നതാണ് നല്ലത്, അതിൻ്റെ ഗുണമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ മായയുടെ കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി അവൾ ഇന്നലെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കാനെടുത്തു, അന്നേരം ഓർത്ത് ഡോക്ടർ രാജേഷ് പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യണമെന്ന് ഓർത്തു, പക്ഷേ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്തില്ല, അല്ലാതെ എൻ്റെ ചെയ്തേന്ന്. അതാ ചില സമയത്ത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന രീതി തന്നെ നമ്മളങ്ങ് ചെയ്തു പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞായിരിക്കും, ഞാൻ ഈ എഡിറ്റിംഗ് ചെയ്ത സമയത്തായിരിക്കും ചിലപ്പം പലരെന്നോട് പല റെസിപ്പികളുടെ കാര്യം എന്തെങ്കിലും പറയും, അങ്ങനെ ചെയ്ത് നോക്കണേ ഇങ്ങനെ ചെയ്ത് നോക്കണേന്ന്. അപ്പം ഞാൻ പറയാം ചെയ്യാമെന്ന്. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓർക്കത്തില്ല, നമ്മൾ ചെയ്തതുപോലെ നമ്മൾ ചെയ്യത്തുള്ളൂ. പിന്നെ ആയിരിക്കും ഓർക്കുന്നത്, ഈ എഡിറ്റിംഗ് സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാനത് ഓർക്കുന്നത്. അപ്പോൾ പയർ തോരനായിരുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് എന്നും പയർ തോരൻ, ബീൻസ്, കാബേജ് കോമണായിട്ട് ഇതാ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്നും ഇവിടെ സ്ഥിരം മാറിയും തിരിഞ്ഞും ഇതായിരിക്കും. പിന്നെ കാബേജ് ഇവിടെ ഇവർക്ക് എപ്പോഴും ഇഷ്ടം, എന്നാലും ഞാൻ ഇതിങ്ങനെ 3 മാറ്റിയും മറിച്ചും എടുക്കും. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇന്നും ചിലപ്പം ഗ്യാസ് പോകുമെന്നും പറഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഞാൻ മീൻകറി അങ്ങ് വെച്ച് കുറച്ച് നേരത്തെ അച്ചാറിനെടുത്ത കേരയുടെ ബാക്കി കുറച്ച് തലയും അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മീൻകറി അങ്ങ് ഇന്നലെ രാത്രിയിൽ വെച്ച് ഞാൻ ടൊമാറ്റോ കറി വയ്ക്കാനായിട്ട് ടൊമാറ്റോ അരിഞ്ഞ് പച്ചമുളകും കീറിയിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിക്കട്ടെ.
അപ്പോൾ പ്രൈസൻ എന്നോട് പറഞ്ഞ് കുളിക്കാൻ പറഞ്ഞ് പ്രൈസൻ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ടൊമാറ്റോ കറിക്ക് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് ഇന്ന് രാവിലെ മാഗി ഉണ്ടാക്കി. അപ്പം മാഗി ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെജിറ്റബിൾ ഇടട്ടെ എന്ന് വെച്ചാൽ ഇവന്മാർ സമ്മതിക്കത്തില്ല, വെജിറ്റബിൾ ഇടാതെ കഴിക്കുന്നത്. അപ്പം ഞാൻ കഴിക്കാൻ നേരം വെജിറ്റബിൾ ഇടും. അപ്പം കഴിക്കാനായിട്ട് വന്ന് വരും. ഞാൻ എന്നിരുന്നാലും പറഞ്ഞു ഞാൻ ഇനി തരത്തില്ലെന്ന്, പിന്നെയും തരത്തില്ലെന്ന് പറയും. അമ്മമാരല്ലേ, പിന്നെ അങ്ങ് കൊടുക്കും. എനിക്ക് മാഗിയൊന്നും അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് ഉണ്ടാക്കിയ ഇച്ചിരി വെജിറ്റബിളൊക്കെ ഇട്ട് നമുക്ക് ഇച്ചിരി കപ്പയോ പുഴുക്കോ കിട്ടിയ സുഖം. അപ്പോൾ എന്തോ ചെയ്തിട്ട് വന്നയാ നീ? ഉറക്കെ പറ. കുളിച്ചിട്ട് വന്നയാ? ഇതെന്തോ നീ തിന്നുന്നേ? ഫാന് നോക്കാക്കിയരെ. ആരുടെയാ? നിനക്ക് രാവിലെ ഞാൻ വെജിറ്റബിൾ ഇടട്ടെ എന്ന് വെച്ചിട്ടുണ്ടെ വേണ്ട എനിക്ക് വെജിറ്റബിൾ ഇട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കഴിക്കാൻ ഇപ്പം ഉച്ചയായി 12 മണി ആകാറെ ഞാൻ എടുത്തിട്ട് ഞാൻ ഇച്ചിരി കഴിച്ചോളൂ, ബാക്കി അവിടെ വെച്ചിരുന്ന നേരം ഇപ്പം അത് വേണം, വെജിറ്റബിൾ ഇട്ടത്. ചേട്ടനും അനിയനും വേണം, 2 പേർക്കൂടെ കൊടുത്തു. ഇത് അന്നെടുത്ത പുതിയ നിക്കറ. കൊടവയറ് കാണുന്നു. ഇപ്പം അവൻ മസിൽ പിടിച്ചിരിക്കും. മസിൽ പിടിച്ചേക്കുവാ. എടാ മസിൽ പിടിച്ച് തിന്നാതെ. ഓക്കെ, ഇനി ഇന്നും പോയി അടി കൊണ്ടിട്ട് വരണേ. താഴെ പോയി ആ കൊച്ചി ചേർക്കൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. ടൊമാറ്റോയൊക്കെ വെന്ത് വന്നു. അപ്പം ഞാൻ കഴിവതും ഇങ്ങനെ ഈ തേങ്ങ കുറയ്ക്കാൻ വേണ്ടി നോക്കും. മോരുകറി ആകുമ്പം പിന്നെ ഇവിടെ തേങ്ങ അരച്ചല്ലല്ലോ ചേർക്കുന്നത്, ഇതിൽ ഓട്ടമോര് പോലല്ലേ കാച്ചുന്നത്. അപ്പം നോക്കിയാണ് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതെടുത്താൽ ഇല്ല കറിക്ക്. അതുകൊണ്ട് പിന്നെ എന്നാ ചിന്തിച്ചെന്നാൽ ടൊമാറ്റോ അല്ലെങ്കിൽ ഇച്ചിരി മത്തങ്ങയോ വല്ലതും കൊണ്ടുവന്നെങ്കിൽ ഞാൻ മത്തങ്ങയും പയറോട് ഇട്ട് ചെയ്തേനെയായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം കഴിച്ചാൽ 2 ദിവസമായിട്ട് കുറേശ്ശെ മാർക്കറ്റിൽ അങ്ങനെ വെജിറ്റബിൾ വാങ്ങിക്കാനായിട്ട് പോയില്ല. ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് 1-2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു കറി വയ്ക്കാൻ. അപ്പോൾ ഇതങ്ങ് ടൊമാറ്റോ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ടൊമാറ്റോ കറി അങ്ങ് വെച്ചതാണ്. അപ്പം ടൊമാറ്റോ ഒക്കെ വെന്ത് വന്നാൽ അതൊന്ന് ഉടച്ചു കൊടുത്ത് പിന്നെ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരച്ചിട്ട് ഇതിൽ ചേർത്ത്. അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കണം. ചിലർ ടൊമാറ്റോ ഇങ്ങനെ അരപ്പൊക്കെ ചേർത്തിട്ട് ലാസ്റ്റിൽ കുറച്ച് തൈരൂടെ ഒന്ന് കലക്കി ഒന്ന് ചേർക്കും, ഒത്തിരി പുളിക്ക്. പക്ഷേ ഇതിന് ടൊമാറ്റോയ്ക്ക് പുളിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ തൈരൊന്നും ചേർക്കാൻ പോയില്ല. ഇനി നമുക്ക് കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഒന്ന് തിളച്ച് ഇങ്ങനെ അതുപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ അതിൽ നമുക്ക് കടുകൂടെ ചേർക്കാം. ഇപ്പം ഞാനൊരു ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുക, മീനച്ചാറ് അവൈലബിൾ ഉണ്ട്. മീനച്ചാറ് നാരങ്ങയും ഡേറ്റ്സും വെള്ള നാരങ്ങയെന്ന് പറഞ്ഞാൽ ഞാൻ അതിലിച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കും. മഞ്ഞ നാരങ്ങയെന്ന് പറയാം. മഞ്ഞ നാരങ്ങ, ചുമന്ന നാരങ്ങ ഇതൊക്കെ അവൈലബിളാണേ. നെല്ലിക്ക. അപ്പോൾ പ്രൈസമ്മ പപ്പായുടെ കൂടെ ചപ്പാത്തി വാങ്ങിക്കാൻ പോയിട്ട് വന്നതാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ടുണ്ടെ തിന്നുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ട് അത് പൊട്ടിച്ചു കൊടുക്ക്. लुंगी दे रेड़ा सीधा खा लो कुछ, आपको तोड़ना तो तोड़ लो। आप आया? हाँ अरे थोड़ा और खाओ। आप खा लो। खा लो। थैंक यू बच्चा। അവൻ അവിടുന്ന് അവൻ്റെ പങ്ക് തിന്നിട്ടാണ് വന്നത്. എന്നിട്ട് അപ്പച്ചൻ ചോദിച്ചു നീ കഴിച്ചോ, എന്നാൽ ഇച്ചിരി നീ ഇവിടെ കഴിച്ചോ എന്ന് പറഞ്ഞു. വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ വാങ്ങിച്ച് കഴിച്ചു. വേണമെന്നുണ്ട്, പിള്ളേരല്ലേ, അവർക്കൊക്കെ അതൊക്കെ ഇഷ്ടമല്ലേ. അപ്പുറത്തെ സൈഡിൽ നിന്നേ പ്രൈസ്. എന്തോ ഇത്? ഇതിനാന്നാ പപ്പാടെ കൂടെ എന്നും പോകുന്നത്? പാക്കിന് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തു.
അതുകൊണ്ട് ഇപ്പം എടുത്തു. അതുകൊണ്ട് ഇപ്പം തന്ന്. അമ്മയുടെ കൂടെ പകുതി എടുത്തോ, പകുതി പോളിന് വെച്ചാറ്. എന്നിട്ട് ബാക്കി പഠിക്കാനുള്ളത് പഠിക്ക്. ഒന്ന് ഇച്ചിരിയും ടേസ്റ്റിന് മതി. അതെ, എന്നാ എടുത്ത് ഇച്ചിരിയും തന്നാൽ മതി ടേസ്റ്റ് നോക്കാൻ. पहला आप टेस्ट देखो, उसके बाद बोल कर थोड़ा ले अंदर जाओ और अंदर थोड़ा. क्या ചോക്ലേറ്റ് അല്ലേ ഇതിൻ്റെ അകത്ത്? പിടിച്ചും കൂടെ കൈ കൊണ്ട് പിടിച്ച് തരാം. ഇച്ചിരി കൂടെ ഇത്രയും കൈ കൊണ്ട് പിടിച്ചെടുക്കും. ബാക്കി കവർ ചെയ്തിട്ട് അവന് വെച്ചാൽ അധികം ചോക്ലേറ്റ് തിന്നണ്ട. ഇസ്തിരി തുണി കൊടുത്തായിരുന്നോ? അവൻ താഴെ ഉണ്ടായിരുന്നോ? അച്ചച്ചാ കോൻ അച്ചാച്ചാ? ആ അച്ചാച്ചാൻ്റെ കൈ കൊടുത്തോ? അങ്ങോട്ട് കാണിരും. എൻ്റെ ജോലികളൊക്കെ ഉച്ചക്കത്തെ എല്ലാം ആയി. അപ്പം 2 മണി കഴിഞ്ഞിട്ടാണ് അനു വന്നത്. അപ്പോൾ അവളെ ഇപ്പം ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇന്നും ഫോൺ ചെയ്ത് പറയാമായിരുന്നു. ഇപ്പോൾ അവിടെ ഈ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എന്താടി വരാൻ എന്താ വരാൻ ചോദിക്കത്തില്ല. കാരണം അവൾ വന്നിട്ട് പോയിട്ടേ ഞാൻ വല്ലതും കഴിക്കത്തുള്ളൂ. അപ്പം ഇവനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിരുന്നോണ്ട് അവൻ്റെ കാല് ഇങ്ങനെ, അല്ലേലും ഇവൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതാണ് കട്ടിലോട്ട് കിടത്തിയിട്ട്. ഇതിന് മുമ്പിട്ട് വരെ കഴിഞ്ഞ വർഷം വരെ ഞാൻ ഇവൻ്റെ ദേഹത്തൊക്കെ എണ്ണ തേച്ച് ഇവനെ കുളിപ്പിക്കുമായിരുന്നു. കാരണം എപ്പോഴും ഇവനങ്ങ് കാല് വേദന. കുറച്ച് താഴെ പോയി ഓടിച്ച് ചാടിയിട്ട് വന്നാൽ പറയാം എൻ്റെ കാല് നെർവുകളൊക്കെ വേദനയാണ്. അപ്പം കാലൊക്കെ മുറിഞ്ഞിരിക്കുക, മുട്ടൊക്കെ മുറിഞ്ഞുടഞ്ഞിരിക്കുക. അപ്പോൾ ഇച്ചിരി ഓയിൽ തേച്ച് കൊടുത്തതാണ്, വെളിച്ചെണ്ണ. ആശാൻ ഇങ്ങനെ സുഖിച്ച് കിടക്കുക. ഇവൻ്റെ കൈവെള്ളം ആണെങ്കിലും അങ്ങ് മുറുമുറായിരിക്കുക, ഭയങ്കര ഡ്രൈയാണ്. അവൻ്റെ ലിപ്സ് എപ്പോഴും ഫുൾ ടൈം അവൻ്റെ ലിപ്സ് പൊട്ടിയിരിക്കും. എത്ര വാസലീനും ഇതൊക്കെ തേച്ചാലും ഞാൻ വെളിച്ചെണ്ണ തേക്കുന്നു, വാസലീൻ തേക്കുന്നു, കുറച്ച് നേരത്തേക്കിന് നിൽക്കും, വീണ്ടും അത് ഡ്രൈ ആവും. ഇവൻ വെള്ളം കുടിക്കത്തില്ല. മെയിൻ കാരണം അതാ. ഇവനോട് വെള്ളം കൊണ്ടുവന്ന വെള്ളം അതുപോലെ അവൻ തിരിച്ചു കൊണ്ടുവരും. വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അതിനോട് തീരും പോള് ശരിക്കും വെള്ളം കുടിക്കുമെന്നുള്ളതാണ്. അപ്പം പിന്നെ ഉച്ചക്കത്തേക്ക് അവൾ വന്ന് തുടച്ചിട്ടൊക്കെ പോയി. പിന്നെ ഊണ് കഴിക്കാനെടുത്തു. നമ്മുടെ ടൊമാറ്റോ കറിയുണ്ട്, മീൻ കറിയുണ്ട്, തോരനുണ്ട്. എനിക്ക് മോരുകറി അത്ര താല്പര്യമില്ല, പക്ഷേ ടൊമാറ്റോ കറി ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.